ഹായ് ഓൾ, വെൽക്കം ടു സ്പെക്ട്രം യൂട്യൂബ് ചാനൽ. നമ്മുടെ 2024 അവസാനത്തിലും 2025 തുടക്കത്തിലൊക്കെ ആയിട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട 10th പ്രിലിംസ് എക്സാമുകളുടെ ആ ഒരു റിസൾട്ട് വന്നു തുടങ്ങിയിരുന്നു. അതിൽ ആദ്യം വന്നത് സെക്രട്ടറി ടോയ് എന്ന് പറയുന്ന എക്സാം ആയിരുന്നു. ആ റിസൾട്ടുകൾ വന്നു തുടങ്ങിയത് മുതൽ പലരും ചോദിച്ചൊരു ചോദ്യമായിരുന്നു. പ്രധാനമായിട്ടും സെക്രട്ടറി ടോയയുടെ ആ ഒരു പ്രിലിംസിൽ ഉൾപ്പെടാത്ത ആളുകളായിരുന്നു കൂടുതലായിട്ടും ചോദിച്ചുകൊണ്ടിരുന്നത്. സോ ഈ ലബോറട്ടറി അസിസ്റ്റൻ്റ് റിസൾട്ട് എന്ന് വരും. ഓക്കെ, ഈ സെക്രട്ടറി ടോയെ സംബന്ധിച്ച് അത് ലിസ്റ്റിൽ പെടാത്തവർ മാത്രമല്ല, ലിസ്റ്റിൽ ഉൾപ്പെട്ടവരും സെക്രട്ടറി ടോയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം ചോദിച്ചിരുന്നു എന്നാണ് ലബോറട്ടറി അസിസ്റ്റൻ്റ് റിസൾട്ട് വരിക, അതിൻ്റെ കട്ട് ഓഫ് എത്രയായിരിക്കും, ഇതിനേക്കാൾ കൂടുതൽ കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനൊരു മറുപടിയായിട്ട് 2 ജില്ലകളുടെ കട്ട് ഓഫ്, അത് ഒരു ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി പൊതുവേ PSC എക്സാമുകളിൽ കട്ട് ഓഫ് സാധാരണ കുറയുന്ന ഒരു ജില്ലയാണ്. എന്നാൽ മറ്റൊരു ജില്ല എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയാണ്, കട്ട് ഓഫ് നല്ല രീതിയിൽ കൂടുന്ന ഒരു ജില്ലയാണ്. അപ്പോൾ ആ 2 ജില്ലകളും ആ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്തതോടെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഏത് റേഞ്ചിലാണ് ഇനി കട്ട് ഓഫ് വരാൻ സാധ്യത എന്നുള്ളത്. അപ്പോൾ വയനാട് ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 49+ സംതിങ് ആയിരുന്നു. അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 56+ ആണ്. സോ അതുകൊണ്ട് തന്നെ ആ റേഞ്ചിൻ്റെ ഉള്ളിൽ ഇനിയിപ്പോൾ 1-2 മാർക്ക് കൂടുകയാണെങ്കിൽ പൊതുവേ ഇനി കമ്പാരിറ്റീവ്ലി മാർക്ക് കൂടാൻ സാധ്യത, അതായത് ഉയർന്ന കട്ട് ഓഫ് കാണിക്കുന്ന ജില്ലകളാണ് പാലക്കാട്, തൃശ്ശൂർ, കണ്ണൂർ, കോഴിക്കോട്. മറ്റ് ജില്ലകളൊക്കെ കമ്പാരിറ്റീവ്ലി ഈ ഒരു കട്ട് ഓഫ് സാധാരണ ഈ റേഞ്ചിൽ തന്നെയാണ് വരാൻ സാധ്യത. അപ്പം അതുകൊണ്ട് ഇനി 1-2 മാർക്ക് കൂടിയാലും ഒരു 60 മാർക്കൊക്കെ എന്താണ് ലബോറട്ടറി അസിസ്റ്റന്റ് ഒരു സേഫ് മാർക്കായിട്ട്, അതിൻ്റെ മെയിൻസ് എക്സാം എഴുതുന്നതിനുള്ള ഒരു സേഫ് മാർക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് വന്ന LDC LGS പരീക്ഷയൊന്നും കമ്പയർ ചെയ്തിട്ട് ഈ ജില്ല കൂടുമോ കണ്ണൂർ ജില്ല കൂടുമോ ഇങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ഈ ഒരു 10th പ്രിലിംസ് എന്ന് പറയുമ്പോൾ മേ ബി 4 ഫേസുകളിലായിട്ടാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പല ഫേസുകളിലും ആ ഒരു ഡിഫിക്കൽട്ടി വേരി ചെയ്യുന്നുണ്ടാവും. ചില ഫേസുകളിൽ മേ ബി ഫസ്റ്റ് ഫേസിൽ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി അവർക്ക് കൂടുതൽ നോർമലൈസേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടോ. എന്നിരുന്നാലും അങ്ങനെ കുറച്ച് ഒരു വ്യത്യസ്തത പുലർത്താനാണ് സാധ്യത. എന്നാൽ കൂടി LDC പരീക്ഷയുടെ അല്ലെങ്കിൽ LGS പരീക്ഷയുടെ ആ ഒരു കട്ട് ഓഫിൻ്റെ, ഇപ്പോൾ LDC പരീക്ഷയിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ജില്ലയും ഏറ്റവും കൂടിയ ജില്ലയും നല്ല മാർക്കിൻ്റെ വ്യത്യാസമുണ്ട്. ഏകദേശം 15ഓളം മാർക്കിൻ്റെ വ്യത്യാസം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഡിഫറൻസ് വരാൻ ഇവിടെ ചാൻസ് ഇല്ല. കാരണം LDC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഘട്ടങ്ങളിലായിട്ട് ഓരോ ജില്ലകളിലായിട്ടാണ് നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ആ ജില്ലകളുടെ കട്ട് ഓഫ് കൂടാനും കുറയാനും സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് ആണ്, എല്ലാ ജില്ലകളിലും ഒരേ ദിവസങ്ങളിലാണ് എക്സാം നടന്നിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ ഒരു 4 ഘട്ടങ്ങളിലായിട്ടായിരുന്നു പരീക്ഷ നടന്നിരുന്നത്. അതുകൊണ്ട് അതിലൊരു വേരിയേഷൻ മേ ബി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഡിഫിക്കൽറ്റി അനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സാധ്യത. അല്ലാതെ ഇപ്പോൾ തിരുവനന്തപുരം ജില്ല 56 വന്നുള്ളെങ്കിൽ മറ്റ് ജില്ലകൾ ഏകദേശം അതിൻ്റെ ഒരു 1-2 മാർക്ക് കൂടിയാൽ കൂടി ഒരു 60 മാർക്കൊക്കെ എന്താണ് സേഫാണ് എന്നുള്ളത് നിങ്ങളത് മനസ്സിലാക്കുക. ഈ സെക്രട്ടറി ടോയുടെ പ്രിലിംസ് കിട്ടാത്തവർ ആ ഒരു ലബോറട്ടറി അസിസ്റ്റൻ്റ് എക്സാമിലേക്ക് പഠിക്കുക. കാരണം ആ ഒരു എക്സാം കിട്ടും. ഈ ഒരു 60 മാർക്കൊക്കെ കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എക്സാമിലേക്ക് പഠിക്കുക. മാത്രമല്ല ഈ 60 കിട്ടിയിട്ടില്ല, എനിക്ക് 55 ഉള്ളൂ, സോ അതുകൊണ്ട് ഞാൻ പഠിക്കേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ പല സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. അവരും പഠിക്കുക. കാരണം നോർമലൈസേഷനെ കുറിച്ച്, അത് PSCക്കാണ് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ എത്ര മാർക്കാണ് നോർമലൈസേഷൻ ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പം 55 ആൾക്ക് നോർമലൈസേഷൻ കഴിഞ്ഞ് ചിലപ്പം നല്ലൊരു മാർക്കിലേക്ക്, ഞാൻ 60 കട്ട് ഓഫ് ജസ്റ്റ് പറഞ്ഞു എന്നാണ് കേട്ടോ, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഇപ്പോൾ 60 ഏറ്റവും മാക്സിമം കട്ട് ഓഫ് വന്നതെങ്കിൽ എനിക്ക് 60 ഇല്ല, അതുകൊണ്ട് ഞാൻ ഇനി പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇനി ഞാൻ ASMന് പഠിച്ചാൽ മതിയോ എന്നൊക്കെ തോന്നും. അത് ആ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് പഠിച്ചാൽ മതിയോ എന്നൊക്കെ തോന്നും. പക്ഷേ എനിക്ക് പറയാനുള്ളത് മേ ബി നിങ്ങൾക്കൊരു 52, 53 അല്ലെങ്കിൽ 55 ഒക്കെ ഉണ്ടെങ്കിൽ നോർമലൈസേഷൻ കിട്ടി ഈ ഒരു കട്ട് ഓഫ് മറികടക്കാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് റിസർവേഷൻ വിഭാഗത്തിന് സ്പെഷ്യലായിട്ട് അവർക്ക് പിന്നെയും അതിൻ്റേതായ ഒരു നോർമലൈസേഷൻ ലഭിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യരുത്, പഠിച്ചു തുടങ്ങുക. കാരണം പറഞ്ഞല്ലോ ഈ സെക്രട്ടറി ടോയും ഇനിയിപ്പോൾ ലബോറട്ടറി അസിസ്റ്റൻ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ മുന്നിൽ ASM അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറയുന്ന ഇപ്പോൾ നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തൊരു പോസ്റ്റായിരുന്നു. ആ ഒരു പോസ്റ്റ് നമ്മുടെ മുന്നിലുണ്ട്. സോ അതുകൊണ്ട് പഠിച്ചത് വേസ്റ്റ് ആവില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക, കണ്ടിന്യൂ ചെയ്യുക, പഠനം സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂ ചെയ്യുക. അതാണ് പറയാനുള്ളത്. കട്ട് ഓഫ് വരും ദിവസങ്ങളിൽ മറ്റു ജില്ലകൾ കൂടി വരാൻ സാധ്യതയുണ്ട്.
സാധ്യതയില്ല, എന്തായാലും വരും. ഈ ഒരു റേഞ്ചിൽ നമുക്ക് ലഭിച്ച 2 ജില്ലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റേഞ്ചാണ്. ആക്ച്വലി വയനാട് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി കട്ട് ഓഫ് കുറയുന്ന ഒരു ജില്ലയാണ്. LDC ആണെങ്കിലും LGS ആണെങ്കിലും അത് അവിടുത്തെ നിയമന സാധ്യത അത് കുറവാണ്, മീൻസ് അപ്പോയിൻമെൻറ്റ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നാൽ തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അപ്പോയിൻമെൻറ്റ്സ് നടക്കുന്ന ജില്ലയാണ്. അവിടെ 56 വന്നു കഴിഞ്ഞാൽ ഇനി ഞാൻ പറഞ്ഞല്ലോ 1-2 മാർക്ക് കൂടിയാലും ഇതാണ് ആ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു 48-49 ആണ്. അപ്പോൾ ആ ഒരു 47 നമുക്കൊരു 45 ഒരു 58 ആ റേഞ്ചിലായിരിക്കും മറ്റ് ജില്ലകളുടെ കട്ട് ഓഫ് വരാൻ സാധ്യത. ഇനിയിപ്പോൾ മേ ബി ഞാൻ പറഞ്ഞില്ല കുറച്ച് കട്ട് ഓഫ് കാണിക്കുന്ന ജില്ലകളുണ്ട്. ആ ജില്ലകൾ 1-2 മാർക്ക് കൂടാനാണ് സാധ്യതയുള്ളൂ. എന്നാലൊരു 60 മാർക്ക് സേഫ് മാർക്കാണ്. ഈ 60 മാത്രമുള്ള 60 മാർക്ക് കിട്ടിയവർ മാത്രമല്ല, അതിന് താഴെ ഒരു 5 മാർക്ക് വരെയൊക്കെ കുറവുള്ളവർ മേ ബി നോർമലൈസേഷന് ശേഷം ചിലപ്പോൾ അവർക്ക് സേഫ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവരും എന്ത് ചെയ്യുക, ആ ഒരു മെയിൻസ് എക്സാം ഞാൻ ക്വാളിഫൈ ചെയ്യും എന്ന കോൺഫിഡൻറ്റോടെ പഠിച്ചു തുടങ്ങുക. ഞാൻ പറഞ്ഞല്ലോ ഈ എക്സാം മാത്രമല്ല, നമ്മുടെ മുന്നിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ 2025 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കുള്ള നല്ല ചാൻസ് ആണ്, ഗോൾഡൻ ചാൻസ് ആണ്, അവസാന ചാൻസ് ആണ്. ഇനിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് അതിൻ്റെ എക്സാം നടക്കുമ്പോഴേക്കും 2026 ആവും. സോ നിങ്ങൾ അഥവാ ക്വാളിഫൈ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ മറ്റൊരു എക്സാം കിടക്കുന്നുണ്ട്. ഇതേ സിലബസ് ASMന് എന്തില്ല, സ്പെഷ്യൽ ടോപ്പിക് ഇല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു. സോ LDCയുടെ അതേ സിലബസിൽ തന്നെയാണ് ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് OA, ലബോറട്ടറി അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒക്കെ നടക്കുന്നത്. സോ പഠിക്കുന്നത് വെറുതെ ആവില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലൊരു എന്ത് ചെയ്യുക, ആ ഒരു ഞാൻ ക്വാളിഫൈ ചെയ്യും, ലബോറട്ടറി അസിസ്റ്റന്റ് ക്വാളിഫൈ ചെയ്യും. സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ച് അത് എന്താണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. ഇവിടെ ഡിസ്ട്രിക്ട് വൈസ് ആണ്. ഒന്നുകൂടി നിയമന സാധ്യത കൂടുതലാണ് പെർസെൻറ്റേജ് വൈസ് നോക്കുമ്പോൾ. സോ അതുകൊണ്ട് ഞാൻ പാസ്സാവും എന്ന രീതിയിൽ തന്നെ നിങ്ങൾ ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, പഠിക്കുക. ഇനി ഇത്രയൊന്നും എത്തുന്നില്ല, ഇപ്പോൾ വയനാട് ജില്ലയുടെ കട്ട് ഓഫ് 49 ആണ്. പൊതുവെ കട്ട് ഓഫ് കൂടുതൽ കാണിക്കുന്ന ജില്ലയാണ്. ഇത്രത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, പഠിച്ചോളൂ. ഞാൻ പറഞ്ഞില്ല അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഒറ്റഘട്ട പരീക്ഷയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുതാൻ സാധിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏജ് ഓവറൊന്നും ആയിട്ടില്ലെങ്കിൽ പറയുന്ന ക്രൈറ്റീരിയാസ് ഓക്കെയാണ്, തീർച്ചയായിട്ടും എഴുതാൻ പറ്റും. സോ എക്സാമിലേക്ക് പഠിക്കുക. ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ PSC പരീക്ഷകൾക്കുള്ള കറണ്ട് അഫയേഴ്സ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് അത് ക്യാപ്സ്യൂളായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും വരുന്ന എക്സാമിന് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധ്യത നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും മുഴുവൻ വീഡിയോസും ഓരോന്നായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയായിരുന്നു, നിങ്ങളുടെ എത്ര മാർക്ക് സ്കോർ ചെയ്തു, അത്തരം കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്